ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർഹമായ പരിഗണന പാർട്ടിക്ക് നൽകണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ. റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന ലോറി ഉടമകളും കരാർ തൊഴിലാളികളും സമരം പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലേക്ക്. കൊയിലാണ്ടി താലൂക്കിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. എഴുത്തുകാരെ താരതമ്യം ചെയ്യരുതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ. പ്രവാസി പെൻഷൻ കേന്ദ്രവിഹിതം നൽകി വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അർഹമായ പരിഗണന പാർട്ടിക്ക് നൽകണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ. സീറ്റ് മാത്രമല്ല പ്രശ്നമെന്നും മുന്നണിയിൽ പരിഗണനയില്ലാത്തതിനാൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ പ്രവർത്തകർ നിരാശരാണ്. UDF-ൽ നിന്നും ക്ഷണമുണ്ടെന്നും ശ്രേയംസ് കുമാർ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പല ഘട്ടങ്ങളിലായി പാർട്ടി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നണിയിൽ നയിക്കുന്ന CPM-ന് ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട്, പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അതിൽ കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് LDF-ൽ വന്നത്. 2022 കാലാവധി അവസാനിച്ചപ്പോൾ CPI സീറ്റ് എടുക്കുകയുണ്ടായി. അത് 2024 വന്നപ്പോൾ മുന്നണിയുടെ കെട്ടുവെപ്പിന് വേണ്ടി CPM വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കേട്ടത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നണി കെട്ടുവെപ്പുണ്ടാകുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക? മറ്റുള്ള ഘടകകക്ഷികളും ഈ LDF-ലെ കക്ഷികളല്ലേ. 4ാമത്തെ കക്ഷിയാണ് RJD. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ കക്ഷിയാണ് ഞങ്ങൾ. 2 തവണ ഉപേക്ഷിച്ച് ചർച്ച നടത്തി, എന്നിട്ട് പോലും ആ കാര്യത്തിൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല. കാരണം സാധാരണ പാർട്ടിക്കാർ ചോദിക്കുമ്പോൾ പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഈ അവഗണന അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു LDF യോഗത്തിലെല്ലാം തന്നെ 11ാമതായിട്ടാണ് ഞങ്ങൾ വിളിക്കുക. ഞങ്ങൾ 11ാം കക്ഷിയാണ് ഈ മുന്നണിയിൽ. അത്ര അവഗണന എന്തിനാണ് ഞങ്ങളോട്? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലേക്ക്. റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന ലോറി ഉടമകളും കരാർ തൊഴിലാളികളും സമരം പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ള തുക കുടിശ്ശികയായതാണ് പ്രശ്നത്തിന് കാരണം. സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലേക്ക്. റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന ലോറി ഉടമകളും കരാർ തൊഴിലാളികളും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരാറുകാർക്ക് 83 കോടിയിലധികം രൂപയാണ് സർക്കാർ നൽകാനുള്ളത്. കുടിശ്ശിക ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കരാറുകാർ. കഴിഞ്ഞ ഒരാഴ്ചയായി കരാറുകാർ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ 10,000-ഓളം വരുന്ന കടകളിൽ പലതിലും റേഷൻ വിതരണം താളം തെറ്റി. സമരം 2 ദിവസം കൂടി നീണ്ടു നിൽക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും നിലയ്ക്കും. കാലവർഷം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സമരം അവസാനിപ്പിച്ച് മുടങ്ങിയ റേഷൻ വിതരണം പുനരാരംഭിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P. പവിത്രൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കൊയിലാണ്ടി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്ത വിധം പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. റോഡ് നന്നാക്കിയിട്ടില്ലെങ്കിൽ സർവീസ് നിർത്തിവെച്ച് സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. കൊയിലാണ്ടി വടകര, കൊയിലാണ്ടി കോഴിക്കോട്, കൊയിലാണ്ടി മേപ്പയ്യൂർ എന്നീ വാഹനങ്ങൾ പോകുന്ന റോഡുകൾ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള റോഡിന്റെ പണി ശോചനീയ അവസ്ഥ മാറ്റിയെടുത്തില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് തൊഴിലാളികൾ പോകുന്നതാണ്. യൂണിയന്റെ ഭാഗത്തു നിന്ന് ഉള്ള തൊഴിലാളികൾ അറിയിച്ചിരിക്കുകയാണ്. താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്ത വിധം പൊട്ടിപ്പൊളിഞ്ഞതിനാൽ സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസ്താവിച്ചു. കൊയിലാണ്ടി വടകര, കൊയിലാണ്ടി കോഴിക്കോട്, കൊയിലാണ്ടി മേപ്പയ്യൂർ, മുത്താമ്പി റോഡുകളാണ് തകർന്നത്. റോഡിലെ കുഴികളിൽ വീണ് പല ദിവസങ്ങളിലും ട്രിപ്പ് മുടക്കേണ്ട അവസ്ഥയാണ്. കൂടാതെ ജീവനക്കാർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെച്ച് സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കൊയിലാണ്ടി താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കളായ PP അബ്ദുള്ള, TK ദാസൻ, AV സത്യൻ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ചേംബർ ഓഫ് കേരള കോളേജസ് ഭാരവാഹികൾക്ക് നൽകിയ സ്വീകരണത്തിലാണ് MDC അഭിപ്രായം ഉന്നയിച്ചത്. വിദ്യാഭ്യാസ രംഗത്തെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ പ്രവർത്തിക്കുന്ന ചേംബർ ഓഫ് കേരള കോളേജസ് ഭാരവാഹികൾക്ക് MDCയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് സ്വീകരണം നൽകി. വിദ്യാഭ്യാസ മേഖലയിലെ പുത്തൻ അവസരങ്ങളും സാധ്യതകളും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കുന്നതിന് കേരളത്തിലെ പ്രമുഖ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളും പങ്കെടുത്ത് നടത്തുന്ന എഡ്യു കാർണിവലും സെമിനാറുകളും മലബാറിന്റെ ആസ്ഥാനമായ കോഴിക്കോട്ട് നടത്തുന്നതിന് ചേംബർ ഓഫ് കേരള കോളേജസ് ഭാരവാഹികളെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തവർ അഭിനന്ദിച്ചു. രക്ഷാധികാരി ഡോക്ടർ AV അനൂപ് യോഗം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. പല മേഖലകളും മലബാറിനെ അവഗണിക്കുമ്പോൾ എഡ്യു കാർണിവൽ കോഴിക്കോട്ട് നടത്തുന്നതിന് അദ്ദേഹം സന്തോഷമറിയിച്ചു. ചേംബർ ഓഫ് കേരള കോളേജസ് സീനിയർ വൈസ് ചെയർമാൻ G ഹരികുമാറിനെ CC മനോജ് പൊന്നാടയണിയിച്ചു. CKC ചെയർമാനും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റിയുമായ അഡ്വക്കേറ്റ് ഡോക്ടർ P കൃഷ്ണദാസിന് പ്രസിഡന്റ് C ചാക്കുണ്ണി ഉപഹാരം നൽകി. കേരളത്തിന്റെ മാറിയ ഈ സാഹചര്യത്തിൽ 15-16 തീയതികളിൽ ജൂബിലി ഹാളിലേക്ക് വന്ന് എന്താണ് കേരളത്തിന് ഭാവിയിലെ യുവതലമുറയ്ക്ക് വാഗ്ദാനം നൽകാൻ കഴിയുന്നത് എന്താണെന്നും എന്താണ് കേരളം മാറിയതെന്നും തിരിച്ചറിഞ്ഞ് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എഡ്യൂക്കാർണിവലാണ്. അതെല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. CKC ട്രഷററും PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടറുമായ ഡോക്ടർ സന്ധ്യ മന്നത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ KMCT ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KM നവാസ്, കൗൺസിൽ രക്ഷാധികാരി A ശിവശങ്കരൻ, നോവെക്സ് മൻസൂർ, CK, ജനറൽ സെക്രട്ടറി CMA AC ഗീവർ, HLPS ബേബി കിഴക്കേ ഭാഗം TP വാസു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എഴുത്തുകാരെ താരതമ്യം ചെയ്യരുതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ. ജ്യോതിഷ പണ്ഡിതൻ ബേപ്പൂർ മുരളീധര പണിക്കരുടെ 90-ാം പുസ്തകം ഓർമ്മയിലെ ഓളങ്ങൾ എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ പ്രമുഖ തറവാട് കുടുംബത്തിൽ ജനിച്ച് എല്ലാ സൗകര്യത്തോടു കൂടി ജീവിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഗീത ജോലി ലഭിച്ചതിനെ തുടർന്നാണ് വയനാട്ടിലെത്തിയത്. മരുമതല ആദിവാസി മേഖലയിലെ സ്കൂളിലായിരുന്നു നിയമനം.
സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം പകരുന്ന ഗീതയുടെ ജീവിതത്തിലൂടെ ഒട്ടേറെ പേർ കടന്നുവരുന്നതാണ് ബേപ്പൂർ മുരളീധര പണിക്കരുടെ ഓർമ്മയിലെ ഓളങ്ങൾ നോവലിന്റെ ഇതിവൃത്തം. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ UK കുമാരൻ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ MP പത്മനാഭന് നൽകി പ്രകാശനം ചെയ്തു. നമ്മൾ ഒരിക്കൽ പോലും എഴുത്തുകാരെ ഇങ്ങനെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അതിന് നാം തുനിയുകയും ചെയ്യരുത്. കാരണം ഓരോ എഴുത്തുകാരനും അവരുടേതായ ചില സവിശേഷതകളും പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. തനിക്ക് നിയുക്തമായ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സാഹിത്യ പ്രവർത്തനം ഏറെ ആത്മാർത്ഥതയോടുകൂടി നടത്തുന്ന ഒരു എഴുത്തുകാരനാണ് മുരളീധര പണിക്കർ. ഒരു ജീവിതത്തെ ഏറ്റവും സത്യസന്ധമായി തന്നെ അവതരിപ്പിക്കുവാൻ പണിക്കർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് പൂനൂർ അധ്യക്ഷനായി. ജ്യോതിഷ പണ്ഡിതനായ ബേപ്പൂർ മുരളീധര പണിക്കരുടെ 90ാമത് പുസ്തകമാണിത്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ഉയർത്തി കാട്ടുക എന്നാണ് ഈ നോവലിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ വിദ്യാഭ്യാസത്തോടെ അതായത് ആളുകൾക്കും ഒരു മാറ്റം വരുത്താനും നമ്മുടെ ഈ രാജ്യം തന്നെ ഭരിക്കാൻ സാധിക്കുന്ന വിദ്യാളെല്ലാത്തിനും അതായത് വിദ്യാഭ്യാസം എന്ന് പറയാൻ കാരണം അപ്പോൾ അതിനെ വിദ്യാഭ്യാസത്തിന് മാത്രമായിട്ട് ഊന്നിക്കൊള്ളായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ നോവൽ. ലിബി അക്ബർ, EM രാജാമണി, അജീഷ് അത്തോളി, M ഗോകുൽദാസ്, MK വിനോദ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായി. ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷൻ കേന്ദ്ര വിഹിതം നൽകി വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഇസ്ലാഹിയ സെന്ററിൽ നടന്നു. പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ഇസ്ലാമിയ സെന്ററിൽ നടന്നു. പ്രവാസി ബന്ധു ഡോക്ടർ S അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷൻ കേന്ദ്രം വിഹിതം നൽകി വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 32 വർഷക്കാലമായി പ്രവാസികളെ സംഘടിപ്പിക്കുന്നതിനും അസംഘടിതരായിരുന്ന അവരുടെ സംഘാടന ശേഷി ദുരുപയോഗപ്പെടാതെ നമ്മുടെ ജീവിതങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിത ശക്തിയായി മാറ്റിയെടുക്കാനുള്ള ശ്രമം എൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും NRI കൗൺസിലിന്റെ ശാഖകൾ, ജില്ലാ കമ്മിറ്റികൾ, സ്റ്റേറ്റ് കമ്മിറ്റികൾ നിലവിൽ പ്രവർത്തിക്കുന്നു. 1988 തുടങ്ങിയ ഈ പ്രയാണം 2024 ഇന്ന് നിലനിൽക്കുകയാണ്. ഇതിനിടെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ഒട്ടനവധിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജനാധിപത്യ വ്യവസ്ഥിതികൾ നടമാടുന്ന നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഒരു പുതിയ പ്രസ്ഥാനത്തെ ആവിഷ്കരിച്ചെടുക്കുവാനും ആ പുതിയ പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകുവാനും ആ പുതിയ പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അധികാരി വർഗങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് അധികാരി വർഗങ്ങളെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാഹസികമായ ഒരു സംഭവമാണ്. KNA ജില്ലാ പ്രസിഡന്റ് അമീർ അധ്യക്ഷനായിരുന്നു. VC സേതുമാധവൻ, സത്താർ ആവിക്കര, രാമദാസ് വേങ്ങേരി, സുബൈർ പന്തിരാങ്കാവ്, PK കബീർ സലാല, ലൈജു മാങ്കാവ്, രവി കുറുന്തോടി, TP ജമീല, PT നാസർ, സലീം നല്ലളം, ഉമ്മർ കൊയിലാണ്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ശോഭീന്ദ്ര വാരാചരണത്തിൽ പരിസ്ഥിതി പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. ഉദ്ഘാടനം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് നിർവഹിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് വിത്തുകളും ഗ്രോ ബാഗും നൽകി. ഗുരുവിനെ പകരം പ്രകൃതിയെ കാക്കാം എന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ ആചരിക്കുന്ന ശോഭീന്ദ്ര വാരത്തിലെ 6ാം ദിവസത്തെ ഇനമായ പരിസ്ഥിതി പ്രശ്നോത്തരിയുടെ ഉദ്ഘാടനം കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നിന്നും ശേഖരിച്ച വിത്തുകളും ഓരോ ഗ്രോ ബാഗും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകി. വിദ്യാർത്ഥികളോട് അവ നട്ടുപിടിപ്പിച്ച് നിശ്ചിത ഇടവേളകളിൽ അതിന്റെ വളർച്ച വ്യക്തമാക്കുന്ന ഫോട്ടോകൾ പ്രത്യേകം രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടു. പന്നൂർ ഈസ്റ്റ് AMLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം VP അഷ്റഫ് മുഖ്യാതിഥിയായി. ഉദ്ഘാടന ചടങ്ങിൽ ഫൗണ്ടേഷൻ സെക്രട്ടറി ZA സൽമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക റംല കാപ്പൻ, സ്റ്റാഫ് സെക്രട്ടറി KO അബ്ദുൽ മജീദ്, എക്കോ ക്ലബ് കോർഡിനേറ്റർ ഹരിഗോവിന്ദ്, നൂഹ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു.
ഫൗണ്ടേഷൻ ഗ്രീൻ ക്ലീൻ കേരള മിഷനുമായി സഹകരിച്ചാണ് പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നത്. ഓൺലൈനായി നടക്കുന്ന പ്രശ്നോത്തരി ജൂലൈ 27 അവസാനിക്കും. വിജയികൾക്ക് 25,000 രൂപയുടെ സമ്മാനങ്ങളാണ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ വാട്ടർ കളർ പെയിന്റിംഗ് പ്രദർശനം ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നു. പ്രകൃതി മനോഹാരിത കൊണ്ട് സമ്പന്നമായ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചത്. കോഴിക്കോട് ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് 4 കളേഴ്സ് എന്ന പേരിൽ നടത്തുന്ന കുട്ടികളുടെ 3ാമത് ബാച്ചിന്റെ വാട്ടർ കളർ പെയിന്റിംഗ് എക്സിബിഷൻ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. അലൈന ബസു, ആഷ്ലിൻ രൂപൽ, ആദിത് എസ് ദീപക്, ചേതൻ ബസു എന്നീ വിദ്യാർത്ഥികളുടെ 32 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ടർ കളറാണ് തീം ചെയ്യുന്നത്. വാട്ടർ കളർ ബേസ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡ് പേപ്പറായിട്ടാണ്. അപ്പോൾ അവർ കുറേ കൊല്ലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു സ്ട്രോക്സും വരയ്ക്കാനുള്ള ഒരു കഴിവിൻ്റെ ആ ലെവലിൽ എത്തുന്ന സമയത്താണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഇപ്പം ഈ 4 പേരുടെ ഒരു ലെവലെത്തിയ സമയത്ത് ഇവരെ ഇപ്പോൾ അവർക്കൊരു എൻകറേജ്മെൻറ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, പ്രോത്സാഹനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇവർ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, കോഴ്സിന് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അവർക്കുള്ള ഒരു ചെറിയൊരു എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, അവരുടെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിത്രകാരൻ മദനൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ മാധവ് ശങ്കർ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ മധുരം വിതരണം ചെയ്ത് ഹനുമാൻ സേന ഭാരത്. തളി ക്ഷേത്ര പരിസരത്ത് ലഡു വിതരണം ചെയ്തു. കുട്ടികൾക്ക് പുസ്തകങ്ങളും നൽകി. മോദി സർക്കാരിന്റെ 3ാം സത്യപ്രതിജ്ഞാ ദിനത്തിൽ തളി മഹാദേവ ക്ഷേത്ര പരിസരത്ത് ഹനുമാൻ സേന ഭാരതിന്റെ നേതൃത്വത്തിൽ ലഡു വിതരണവും പുസ്തക വിതരണവും നടത്തി. പരിപാടി ചെയർമാൻ AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും അഴിമതി നടത്താനും വേണ്ടി തട്ടിക്കൂട്ടിയ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് വരും നാളുകളിൽ ജയിലാണ് കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. PM-ന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ നമുക്ക് കേരളത്തിൽ ഒരു പക്ഷേ ഇത്തരം ഒരു പരിപാടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തും. ആളാത് പ്രകടനവും മറ്റൊക്കെ ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും. ഇത്തരം അറിവ് പകർന്നു കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. സ്വാമി സത്യാനന്ദ ഭാരതി മഹാരാജ് ലഡുവും AM ഭക്തവത്സലൻ പുസ്തകങ്ങളും വിതരണം ചെയ്തു. മുരളീധര സ്വാമികൾ മുഖ്യപ്രഭാഷണം നടത്തി. പ്രചാർ പ്രമുഖ സഞ്ജയ്, നിസരി P സുരേന്ദ്രൻ, ലക്ഷ്മിക്കുട്ടി, K സുരേന്ദ്രൻ, അനിൽജിത്ത് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം കോഴിക്കോട് അരയടത്ത് പാലത്ത് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം മെഡോണ സെബാസ്റ്റ്യനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മാവൂർ റോഡിലെയും പാളയത്തെയും ഷോറൂമുകൾ കൂടുതൽ സ്റ്റോക്കും സെലക്ഷനുമായി വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ അരയിടത്തുപാലത്തെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിച്ചു. ഉദ്ഘാടനം പ്രമാണിച്ച് ജൂൺ 30 വരെ വിവാഹാവശ്യത്തിന് 25 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും
1,00,000 രൂപ സമ്മാനം ലഭിക്കും. 1 പവൻ വരെയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി ഈടാക്കുന്നതല്ല. ഇതിന്റെ പ്രത്യേകത എന്നിട്ട് സാധാരണയായിട്ട് ഡിസ്കൗണ്ടുകൾ കൊടുക്കാറുണ്ട് പല തരത്തില്. ഇന്ന് വരെ കേട്ടുകേൾവില്ലാത്ത പുതിയൊരു സംഭവമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഞാനെപ്പോഴും പുതുമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് 25 പവൻ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് 1,00,000 രൂപ സമ്മാനം നൽകുകയാണ്. കൂടാതെ 1 പവൻ വരെയുള്ള ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെയും അതിൽ കൂടുതൽ വാങ്ങുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകുന്നു. ഇതാണ് പ്രത്യേകത. സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. More luck to Boche and good health to him. MK രാഘവൻ MP, കൗൺസിലർ KT സുഷാജ്, MKG SME പ്രസിഡന്റ് അർജുൻ സേട്ട് മമത, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത്, ബോബി ഗ്രൂപ്പ് CEO K ഗോപാലകൃഷ്ണൻ, ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് PRO VK ശ്രീരാമൻ, ബോബി ഗ്രൂപ്പ് മാർക്കറ്റിംഗ് GM CP അനിൽ, PRO MJ ജോർജി എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തെത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 5 പേർക്ക് ഡയമണ്ട് മോതിരം സമ്മാനിച്ചു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അരയിടത്തുപാലത്ത് ഗോകുലം ഗലേറിയ മാളിന് എതിർവശത്താണ് ഷോറൂം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർഹമായ പരിഗണന പാർട്ടിക്ക് നൽകണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ. റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന ലോറി ഉടമകളും കരാർ തൊഴിലാളികളും സമരം പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭനാവസ്ഥയിലേക്ക്. കൊയിലാണ്ടി താലൂക്കിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. എഴുത്തുകാരെ താരതമ്യം ചെയ്യരുതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ. പ്രവാസി പെൻഷൻ കേന്ദ്രവിഹിതം നൽകി വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.